ഗുഡ് മോർണിംഗ്. നീ എഴുന്നേറ്റോ? എന്തിന് ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ്? കുറച്ചു നേരം കൂടെ കിടക്കായിരുന്നില്ലേ? നിന്റെ കെട്ടൊക്കെ ഒന്നും ഇടണ്ടേ? എന്താ മോനെ കാലത്ത് തന്നെ ഒരു മോനെ വെച്ച് സംസാരിക്കുന്ന പോലെ? അയ്യോ, നിനക്ക് അങ്ങനെ തോന്നിയ? പിന്നെ ഞാൻ ഇന്നലെ സംസാരിക്കണം. ഇനിമേലിൽ ഞാൻ നിന്റെ കൂടെ ഒരു സ്ഥലത്ത് വരില്ല. ഇതോടെ മതിയായി. ഇത്രയും രൂക്ഷാകുലനാകാൻ എന്താടാ മോനെ ഇന്നലെ ഉണ്ടായി? ഓർമ്മയില്ല. അതെങ്ങനെ ഓർമ്മയുണ്ടാവാൻ? അതെ, കുറച്ച് വലിച്ച് കേട്ടണം. എന്താ ഉണ്ടായെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് ചേറാമിനെ വിളിച്ച് പറയാൻ ഞാൻ വിചാരിച്ചതാ. എനിക്കും കിട്ടും നിന്റെ കൂടെ വന്നതിന്. അതുകൊണ്ട് മാത്രം ഞാൻ പറയാതിരുന്നതാ. അല്ലെങ്കിൽ നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. നീ ജസ്റ്റ് ഇറങ്ങി വന്ന നിന്നെ പറഞ്ഞാൽ മതി. ഞാൻ എന്ത് വിശ്വാസത്തിലാണോ നിന്റെ കൂടെ ഇറങ്ങി വന്നത്? നീ അത് ദേഷ്യപ്പെടല്ലേ? എന്താ കാര്യം എന്ന് പറ. എന്റെ പൊന്നു മോനെ, ഒന്നും പറയണ്ട. പറയണ്ട. ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചേ. ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഇട്ടതാ. സ്റ്റാർട്ടിങ് ആയിരുന്നോ? ശരി, പറ. ഇന്നലെ ഞാൻ നിന്നോട് ആശ്രമം പോയി വരാൻ പറഞ്ഞ് പോയില്ലേ? പിന്നെന്തൊക്കെയാണെന്ന് അറിയുന്നത് എനിക്ക് തന്നെ ഓർമ്മയില്ല. എന്തൊക്കെയാണ് ഈ കൊച്ചമേരിക്ക നടക്കുന്നേ? എന്നിട്ട് നിന്നെയാണ് എന്ത് ചെയ്ത്? ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ അയാളെ ഒരു റൂം എടുത്ത പബ്ബിൽ തന്നെ ആക്കി. എന്നിട്ടൊരു കത്ത് എഴുതി വെച്ച്. കത്ത് വിട്ടൊരു കളിയില്ലല്ലേ? എല്ലാ സ്റ്റോറിയിലും നിനക്ക് കത്ത് മെയിനാണ്. അതല്ല, എന്ത് കാര്യത്തിനാണ് കത്തൊക്കെ എഴുതി വെച്ചത്? വെറുതെ നീ തന്നെ നിന്റെ കുഴി തോണ്ടരുത്. കത്തൊന്നും എഴുതിയേണ്ട കാര്യം ഉണ്ടായില്ല. അയാളവിടെ ആക്കിയില്ലേ? അത് തന്നെ ധാരാളം. എടാ, ഞാൻ വേറൊന്നും അല്ല എഴുതി വെച്ചേ. ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടല്ല അയാൾക്ക് ആ പബ്ബില് റൂം എടുത്തു കൊടുത്തത്. അയാളെങ്ങാനും പൈസ കൊടുക്കാതെ വെക്കേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊക്കെ എന്റെ തലയിലാവില്ലേ? അതിന്റെ കാലത്ത് എഴുന്നേക്കുമ്പോ പൈസ കൊടുത്തിട്ട് പോണെന്നാ ഞാൻ എഴുതി വെച്ചേ. ഓ, അങ്ങനെ പറ. അതല്ല, ഈ പറഞ്ഞ സ്റ്റോറിയിലൊന്നും ഞാനില്ലല്ല. പിന്നെ നീ എങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ട്? അയ്യോ, മോനെ ക്ഷമിക്കണ്ട. മോന്റെ ക്യാരക്ടർ എൻട്രി ആവാൻ പോകുന്നതേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് അയാളാക്കി ഞാൻ തിരിച്ച് നിന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയോ നിനക്ക്? എന്താ കണ്ടേ? ആ പബ്ബിലോട്ട് ചെല്ലണ്ട. പ്രശ്നം തീർന്നില്ലേ? പിന്നൊരു കാര്യം പറയാതെ വയ്യട്ടാ. ഇന്നലെ നിന്നെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നല്ലോ. പുഴകത്തുമ്പോ തന്നെ വാഴ വെട്ടണോലേടാ മഹാഭാവി. അതെ, ഇനി പുര കത്തിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഇനി പുര കത്തിച്ച് അപ്പൊ പിന്നെ വാഴ ഞാൻ വിട്ടിന്നും പറഞ്ഞ എന്താ പ്രശ്നം? നീ തന്നെ റെഡി ആയിക്കഴിഞ്ഞു. നമുക്ക് നേരത്തെ വർക്കിന് കയറണം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഔട്ടിങ്ങിന്റെ കാര്യം. വൈകുന്നേരത്തെ നേരത്തെ കയറിയാലേ നമുക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റുള്ളൂ. വേഗം വാ. ഓ, എന്റെ തല. ഇതേതാ സ്ഥലം? ഫസ്റ്റ് ഓഫ് ഓൾ സോറി. തന്നോട് ഒറ്റക്കാക്കിട്ട് പോണെന്ന് വിചാരിച്ചതല്ല. ഞാൻ എഴുന്നേറ്റിട്ട് പോണെന്നാ കരുതിയെ. പക്ഷെ അത്യാവശ്യമായിട്ട് പ്രോപ്പർട്ടിനെ കൊണ്ട് എനിക്ക് വേഗം വീട്ടിലെത്തണമായിരുന്നു. പിന്നെ എന്റെ പേഴ്സും ഫോണൊക്കെ ഞാൻ ആ ടേബിളിൽ വെച്ചിട്ടുണ്ട്.
ഞാൻ റൂമൊക്കെ കിട്ടിയപ്പോ പൈസ കൊടുത്തിട്ട് പോണേ. ഹലോ, നീ വേഗം പാരഡൈസ് പബ്ബിലേക്ക് വാ. ഇങ്ങോട്ടധികം ചോദ്യമൊന്നും വേണ്ട. ഡു വാട്ട് ഐ സേ. എന്താണ് മേ, വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണോ പാരഡൈസ് പബ്ബിൽ റൂം എടുത്തത്? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ചോദ്യം ചോദിച്ച് ഇവിടെ തന്നെ നിൽക്കാനാണ് പ്ലാനിങ്. നിന്നോ, ഞാൻ പോകുക. ആഹാ, ബിസിനസ് മീറ്റിംഗ് എന്നും പറഞ്ഞ് പറഞ്ഞു വിട്ടിട്ട് തിരിച്ചു വന്നപ്പോ നടു നിവർക്കാൻ പോലും സമയം തരാണ്ട് ഈ പബ്ബിലോട്ട് വിളിച്ചു വരുത്തിട്ട് ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. നീ വിളിക്കടാ, എന്റെ പട്ടി വരും. ഓ, ഇനി നോക്കി ദഹിപ്പിക്കണ്ട, വാ പോകാം. വൺ മോർ തിങ്, എന്നീ റൂമിൽ ആരാക്കിയെന്നുള്ള CCTV ഫുട്ടേജ് വല്ലതും കിട്ടുമോ എന്ന് നോക്കണം. കിട്ടുവാണെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസും വേണം. പിന്നെ റൂമിന്റെ ക്യാഷ് പേ ചെയ്തേക്ക്. അവിടെ തന്നെ നിൽക്കാനാണ് ഉദ്ദേശം. 5 minutes ഞാൻ വെയിറ്റ് ചെയ്യും. അതിനുള്ളിൽ വന്ന് എൻ്റെ കൂടെ വരാം, അല്ലെങ്കിൽ വല്ല ക്യാബും വിളിച്ച് വരേണ്ടി വരും. ദേ വരുവാ. എന്തൊരു സ്വഭാവമാണോ കൊടുക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഇത്ര പേടിക്കുന്നേ? നമ്മുടെ കയ്യിൽ നിന്ന് വന്ന ഫോട്ടോ കൊണ്ടാണ് അവർ ആ ഡീല് വേണ്ടാന്ന് വെച്ചെങ്കിൽ കുഴപ്പമില്ല. ഇത് അവരായിട്ട് വേണ്ടാന്ന് വെച്ചതല്ലേ, സാറിനോട് പറഞ്ഞാ പോരെ? മനുഷ്യന്മാരോട് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ സാറ് വേറെ എന്ത് ഒരുതരം ജീവിക്കുക. ഇന്നത്തെ മൂടി നീ എങ്ങനെയാണോ എന്തോ. ദൈവമേ, എനിക്ക് കുറച്ചിട്ട് പേടിയായിട്ട് പാടില്ല. കരിങ്കാരൊക്കെ വേറെ ഇന്നലെ ചൂടൻ ചായയായിരുന്നു. ഇനി എന്താണോ ചേടാ വന്നടാ. അയ്യോ, ഫേസ് കണ്ടിട്ട് എത്ര നല്ല മൂടിയതല്ലാന്ന് തോന്നണം. തേടാ, ഇഷാൻ സാറുണ്ട് കൂടെ. ഓ, അപ്പൊ കിട്ടാനുള്ളതിന്റെ അളവ് ഇത്തിരി കുറഞ്ഞു. ഇഷാൻ സാർ അതാരാ? ഇഷാൻ സാർ നമ്മുടെ കമ്പനിയുടെ MD. പിന്നെ ഏതൻ സാറിന്റെ 1 and only ബെസ്റ്റ് ഫ്രണ്ട്. ഏതൻ സാറിന് ഇത്രയെങ്കിലും കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നത് ഇഷാൻ സാറിനാണ്. സാർ, മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. PK കോർപ്പറേറ്റ്സിന്ന് മെയിലുണ്ടായിരുന്നു. അവർക്ക് നമ്മളായിട്ടുള്ള ഡീലിന് താല്പര്യമില്ലെന്നാ പറഞ്ഞ്. റീസൺ എന്താണെന്നൊന്നും അവര് പ്രത്യേകിച്ച് പറഞ്ഞില്ല. Oh, get lost everyone. I found എനിക്ക് വേണത്. വിചാരിച്ച കാര്യങ്ങളൊന്നും അതുവരെയായിട്ടും നടക്കാതെ പോകില്ല. So, I found കരയാട്ടോ. ഡാ, നീ വന്നോ? എന്തായി പോയ കാര്യം? ഇതാണ് ആള്, ഇസ്ഹാഖ് ഐസക്. ആൾക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു അനീതി മാത്രമേ ഉള്ളൂ. അനീതിക്ക് എന്തോ 1 വയസ്സുള്ളപ്പോഴാ അമ്മ മരിച്ചത്. അച്ഛൻ എവിടെയാണെന്നറിയില്ല. പിന്നെ ഇവരെ നോക്കിയതൊക്കെ അച്ഛന്റെ ചേട്ടനും ഭാര്യയാണ്, സാറ ആൻഡ് ജോൺ. സാർക്കും ജോണിനും ഒരു മകനുണ്ട്, മിസ്റ്റർ ജോഹൻ. അവനാണ് സാറുടെ ബെസ്റ്റ് ഫ്രണ്ട് എല്ലാം. പിന്നെ ആളുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു സോഷ്യൽ ബട്ടർഫ്ലൈ എന്ന് തന്നെ പറയാം. എല്ലാവരായിട്ടും പെട്ടത് കമ്പനിയാവുന്ന ടൈപ്പാണ്. പിന്നെ വർക്കിംഗ് ഒരു കോഫി ഷോപ്പിലാണ്. എത്ര ക്രെഡിറ്റ്സാ കിട്ടിയത്? That's enough. He's just look like an angel, isn't it? യെസ്. ഇപ്പൊ എന്തിനാ ഇവന്റെ ഡീറ്റെയിൽസ് ഒക്കെ? നീ ഇവിടെ ഉണ്ടാവില്ലേ? ഞാൻ നേരത്തെ ഇറങ്ങുക. അപ്പൊ ശരി, പിന്നെ കാണാം. ഞാൻ ആരോടാണോ ചോദിച്ചത്?
ഇവന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തിനാണ് കർത്താവ് മാറാകെ കാത്തോളേ.